ഇനിയിപ്പോ അധിക സമയമില്ല ക്രിസ്തുമസിന്. കുറെ കൂടി നല്ല ആത്മീയ ഒരുക്കം നടത്താമായിരുന്നു എന്നൊരു സങ്കടം ഇപ്പോൾ തോന്നുന്നുണ്ട് താനും. ഇനി അവശേഷിക്കുന്ന അല്പസമയത്തെ ഭൗതികമായ ഒരുക്കങ്ങൾ വിഴുങ്ങിക്കളയും. യാത്ര, ഷോപ്പിംഗ്, കുക്കിംഗ്, വിരുന്നുകാർ, അങ്ങനൊക്കെ. എൻ്റെ ഹൃദയത്തെ ഈശോയുടെ വരവിനായി ഒരുക്കണം എന്നത് വെറും കാൽപ്പനികമായി പറയുന്ന ഒന്നായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ ഹൃദയത്തിലാണ് ഈശോ പിറക്കേണ്ടത് എന്നത് ഭംഗിക്ക് മാത്രം പറയേണ്ട ഒന്നല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടം ഞാൻ കൊടുക്കണം. അതിനായി ഞാൻ എന്നെ തന്നെ ഒരുക്കണം. ഇനി അവശേഷിക്കുന്ന അല്പ നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നസ്രത്തിലെ മേരിയെ കണ്ട് പഠിക്കാം. അവസാന മണിക്കൂറുകളിൽ മേരിയൻ തിരക്കില. ബെത്ലഹേമിലേക്ക് ജോസഫിൻ്റെ ഒപ്പം യാത്ര പോകണം, സെൻസസിനായി. അതുമാത്രമല്ല, അവൾ തൻ്റെ പ്രഗ്നൻസിയുടെ അവസാന ദിവസങ്ങളിലാണ്. അതിൻ്റെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്. ആ കൂടെ ബെത്ലഹേമിലേക്കുള്ള കഠിനമായ യാത്ര. ഈ നേരങ്ങളിലൊക്കെ മേരി എങ്ങനെയാ തന്നെ ഈശോയ്ക്കായി ഒരുക്കിയത്? മേരിയെക്കുറിച്ച് പറയുക, ഷി ബ്രീത്ത് ദ സാംസ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് എന്നാണ്. സങ്കീർത്തനങ്ങൾ കാണാപ്പാട് അറിയാം അവൾക്ക്. അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു യാത്രയിൽ ഉടനീളം. ഇനിയുള്ള നേരത്ത് ഐ നീഡ് ടു ബ്രീത്ത് ദ സ്ക്രിപ്ചർ. എനിക്ക് ഏതെങ്കിലുമൊക്കെ വചനം കാണാപ്പാട് അറിയാവൂ, ഇല്ലെങ്കിൽ പഠിക്കണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏതെങ്കിലും ഒരു വചനം കാണാപ്പാടം പഠിച്ചിട്ട് ഇനി അവശേഷിക്കുന്ന നേരങ്ങളിൽ അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതിങ്ങനെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല, പിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഐ നീഡ് ടു ച്യൂ ഓൺ ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് നിൽക്കുന്ന ആ നേരം വരെയും ഏതെങ്കിലും ഒരു വചനം മറിയത്തെ പോലെ നമ്മുടെ ജീവശ്വാസത്തിൻ്റെ ഭാഗമാക്കാം. നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.